നമുക്ക് നാളത്തേക്കുള്ള ലഞ്ച് ആക്കിയാലോ? എന്താക്കും? ഫ്രിഡ്ജിൽ കുറച്ച് പകുതി കഴിച്ച പൈനാപ്പിളും ഉണ്ട്, പിന്നെ ഞാൻ ലുലുന്ന് മേടിച്ച മസിൽസും ഉണ്ട്. അപ്പോൾ നമുക്കത് വെച്ചൊരു നാളത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എന്നും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഓർക്കും ഇതിന് എന്ത് വോയിസ് ഓവറാണ് കൊടുക്കേണ്ടതെന്ന്. ഒരുപാടിരുന്ന് ആലോചിക്കും, എന്ത് പറഞ്ഞാലായിരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക. ഈ സ്വഭാവം എനിക്ക് തന്നെ ഇടയ്ക്ക് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. എന്തെങ്കിലും ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അപ്പം തന്നെ പറയണം. പല സ്ഥലത്തും എനിക്ക് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് പലർക്കും ഞാനൊരു തെറ്റുകാരിയായിട്ടുണ്ട്. ചിലപ്പോൾ അതെല്ലാം നല്ലതിനായിരിക്കും എന്ന് ചിന്തിക്കും. ഞാൻ ഈ കറികളൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഏത് കറി വെക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മമ്മയെ ഓർക്കും. എൻ്റെ അമ്മമ്മ എന്ന് പറയുന്നത് എൻ്റെ ബാവയുടെ അമ്മ കേട്ടോ. ആ രുചികൾ ഇന്നും എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല. സ്നേഹത്തോടെ വെച്ച് തരുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാണല്ലേ. എനിക്ക് പണ്ട് തൊട്ടുള്ള ശീലം കേട്ടോ, ഊണിന് 1-2 കറികൾ വേണം. ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തോരനെങ്കിലും വേണം. തോരനുണ്ടെങ്കിൽ ഞാൻ തോരനും ഒരു മീൻ പൊരിച്ചതും അത് മാത്രം ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ കുറേ ചോറ് തിന്നും. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ട്യൂഷന് പോകാൻ വേണ്ടി ഞാൻ ഹോംവർക്ക് ചെയ്യാൻ ടി വിയും ഇട്ട് ഞാൻ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അമ്മമ്മ അത് കണ്ടിട്ട് ചോറ് എടുത്തുകൊണ്ട് വന്ന്, അമ്മമ്മയ്ക്ക് അറിയാം എനിക്ക് തോരൻ ഇഷ്ടമാണ്, മീൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ ഉണ്ടെങ്കിൽ അമ്മമ്മ ഇങ്ങനെ മാറ്റിയൊക്കെ വെക്കും എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉരുളയാക്കി എപ്പോഴും തീറ്റിച്ച് തരും. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ അത് എനിക്ക് എവിടെ നിന്നും എനിക്ക് ആര് തീറ്റിച്ച് തന്നാലും അത് എനിക്കൊരു ടേസ്റ്റ് വന്നിട്ടില്ല. അവരുടെയൊക്കെ സ്നേഹമായിരുന്നു എന്താ പറയുന്നത്, ഭയങ്കര പ്രഷ്യസാണ് ആ ഒരു മൊമെൻറ്റ്സും എല്ലാം. ഇനി ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു മൊമെൻറ്റ്സ് ആണല്ലേ അതൊക്കെ. കുക്കിംഗ് കഴിഞ്ഞാൽ ഏറ്റവും പാടുള്ള പണി ക്ലീനിങ് ആണ്. ഇനി ഒരാൾക്ക് വെച്ചാലും 2 ആൾക്ക് വെച്ചാലും 3 ആൾക്ക് വെച്ചാലും ഇഷ്ടം പോലെ പാത്രങ്ങൾ കാണും കഴുകാൻ. പിന്നെ നമ്മുടെ സ്റ്റൗവെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി കിച്ചണും ജസ്റ്റ് ഒന്ന് തൂത്ത് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരാശ്വാസമാണ്. നമുക്ക് നല്ല രീതിയിൽ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങാൻ തന്നെ പറ്റും ആ കിച്ചൺ കണ്ടിട്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, പ്രവാസി 24 hours വർക്കിംഗ് ഡ്യൂട്ടിയാണെന്ന്. അതിതാണ് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും വേറൊരു ഡ്യൂട്ടി. അപ്പോൾ ഓക്കെ, ബൈ, മസ്സലാമ.